ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തമായി കണ്ണുകളടച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദരിദ്രരുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയങ്ങളുടെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. ഏറ്റവും നല്ല ആശ്വാസപ്രദായകനെ, ആത്മാവിൻ്റെ മധുരമുള്ള അതിഥിയെ, മധുരമായ ആശ്വാസമേ വരണമേ. അധ്വാനത്തിൽ വിശ്രമമേ, താപത്തിൽ കുളിർമയെ, കണ്ണുനീരിൽ ആശ്വാസമേ വരണമേ. അത്യന്തം അനുഗ്രഹീതമായ പ്രകാശമേ, അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളുടെ അന്തർഭാഗങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥനാ സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും അങ്ങ് നിയന്ത്രിക്കണമേ. ലൗകികമായ എല്ലാ വ്യഗ്രതകളിൽ നിന്നും ഈ നിമിഷം എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ കുറവുകളെയും ബലഹീനതകളെയും അങ്ങ് അറിഞ്ഞിരിക്കുന്നുവല്ലോ. അവയെല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഈ പ്രാർത്ഥന എന്നിൽ നിന്ന് അങ്ങയിലേക്കുള്ള ഒരു സുഗന്ധധൂപമായി ഉയരുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജീവനുള്ള ദൈവമേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ജീവൻ്റെ അപ്പമായവനെ, അങ്ങേക്ക് സ്തുതി. വഴിയും സത്യവും ജീവനുമായവനെ, അങ്ങേക്ക് സ്തുതി. കരുണാമയനായ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു പാപിയാണ് ഞാൻ. പാപമില്ലെന്ന് നാം പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ല എന്ന് യോഹന്നാൻ 1-8 പറയുന്നു. കർത്താവെ, എൻ്റെ വിചാരത്താലും വാക്കിനാലും പ്രവൃത്തിയാലും ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പശ്ചാത്തപിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചിന്തയാലും പ്രവൃത്തിയാലും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് മൗനമായിരുന്ന് നാം ചെയ്തു പോയ തെറ്റുകളോർത്ത് പശ്ചാത്തപിക്കാം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ കാണിച്ച വെറുപ്പ്, കോപം, അസൂയ, സ്വാർത്ഥത, ക്ഷമിക്കായ്മ എന്നിവയെല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ വയ്ക്കുന്നു. അഹങ്കാരം കൊണ്ടും മാംസത്തിൻ്റെ ദുർമോഹങ്ങൾ കൊണ്ടും ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, കാൽവരിമലയിൽ അങ്ങ് ചിന്തിയ വിലയേറിയ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കഴുകി ശുദ്ധീകരിക്കണമേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള തിരുവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളുടെ കറകൾ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി എന്നെ ഹിമത്തേക്കാൾ വെണ്മയുള്ളവനാക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേയത്തിന് അനുസൃതമായി എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. യേശുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ സംരക്ഷിക്കുന്ന തിരുരക്തമേ, എൻ്റെ കുടുംബത്തെ പൊതിയണമേ. യേശുവിൻ്റെ വിടുവിക്കുന്ന തിരുരക്തമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സങ്കീർത്തനം 91 തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സങ്കേതത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് നാം പറയും, അങ്ങാണ് എൻ്റെ സങ്കേതവും ദുർഗവും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന്. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയവും കവചവുമായിരിക്കും. കർത്താവേ, അങ്ങയുടെ വചനം ജീവനുള്ളതും സജീവവുമാണ്.
അങ്ങാണെൻ്റെ ഏക ആശ്രയവും കോട്ടയും. പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രിയിലെ ഭീകരതയും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ വലതുഭാഗത്ത് 10,000 പേർ വീണാലും ഒരനർത്ഥവും എന്നെ ബാധിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ വീടിനും കുടുംബത്തിനും എൻ്റെ എല്ലാ ഇടപാടുകൾക്കും ചുറ്റും ഒരു സംരക്ഷണ കോട്ട തീർക്കണമേ. സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്നും അന്ധകാര ശക്തികളുടെ തന്ത്രങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. അങ്ങയുടെ മാലാഖമാരെ അയച്ച് ഞങ്ങളുടെ വഴികളിലെല്ലാം ഞങ്ങളെ കാത്തുപാലിക്കണമേ. നമ്മുടെ നിയോഗങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. സൗഖ്യദായകനായ യേശുവേ, അവിടുത്തെ വ്രണങ്ങളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ രോഗങ്ങളെയും വേദനകളെയും ഞാൻ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവിധ രോഗങ്ങളാലും കഷ്ടപ്പെടുന്നവരെ, വിട്ടുമാറാത്ത രോഗങ്ങളാൽ വലയുന്നവരെ, ആശുപത്രികളിലും വീടുകളിലും വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തം പുരണ്ട കരങ്ങൾ നീട്ടി അവരെ ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. അത്ഭുതകരമായ സൗഖ്യവും സമാധാനവും അവർക്ക് നൽകണമേ. അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകണമേ. കർത്താവേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. സാമ്പത്തികമായി കടങ്ങളുടെ നടുവിൽ ബാങ്കുകാരുടെ മുൻപിൽ തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അടഞ്ഞ വഴികൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്നവർക്ക് അങ്ങ് പുതിയ വഴികൾ തുറക്കണമേ. അധ്വാനത്തിന് തക്ക പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സ്വർഗീയ കലവറകൾ തുറന്ന് സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യവഹാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് നീതി ലഭ്യമാക്കണമേ. സമാധാനത്തിൻ്റെ രാജാവായ യേശുവേ, കലഹങ്ങളും തെറ്റിദ്ധാരണകളും നിറഞ്ഞ് സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വേർപിരിയലിൻ്റെ വക്കിൽ നിൽക്കുന്ന ദാമ്പത്യങ്ങൾ, മദ്യപാനവും ദുശീലവും മൂലമുള്ള തകർച്ചകൾ എന്നിവയെല്ലാം അങ്ങ് നേരിട്ട് ഇടപെട്ട് മാറ്റി കൊടുക്കണമേ. കഠിന ഹൃദയങ്ങളെ അലിവുള്ളതാക്കണമേ. കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര വിട്ടുവീഴ്ചയുടെയും ചൈതന്യം നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം പോകുന്നവർക്ക് ജ്ഞാനവും ഓർമ്മശക്തിയും നൽകണമേ. തെറ്റായ കൂട്ടുകെട്ടിലേക്കും ലഹരിയിലേക്കും സ്ക്രീൻ അഡിക്ഷനിലേക്കും പോയ മക്കളെ അങ്ങ് തിരികെ കൊണ്ടുവരണമേ. നല്ല ജോലിക്കായി കാത്തിരിക്കുന്ന യുവജനങ്ങൾക്കും വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്കും അങ്ങ് അനുയോജ്യമായ വഴികൾ തുറന്നു കൊടുക്കണമേ. അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ ഭദ്രമാക്കണമേ. ഈ സമയം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മനസ്സിലോർത്ത് നമുക്ക് യേശുവിനോട് സംസാരിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ കണ്ണീരോടെ യേശുവിൻ്റെ തിരുമുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടും നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് നിരന്തരം അപേക്ഷിക്കണമേ. അവിടുത്തെ മധ്യസ്ഥത വഴി യേശു അത്ഭുതം പ്രവർത്തിച്ചതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിലെയും കുറവുകളും സങ്കടങ്ങളും അമ്മ യേശുവിനോട് പറയണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. ഞങ്ങളുടെ കാവൽമാലാഖമാരെ, വിശുദ്ധരെ ഈ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലെത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നന്ദി പറയാം. സ്നേഹനാഥനായ കർത്താവേ, ഈ സമയം ഇത്രയും നേരം അങ്ങയുടെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനും എനിക്ക് നൽകിയ ഈ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലെത്തിയെന്നും എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിൽ ശേഖരിക്കപ്പെട്ടുവെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ നിമിഷം മുതൽ എൻ്റെ നിയോഗങ്ങൾക്ക് മേൽ അങ്ങയുടെ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ ഉറപ്പിക്കുന്നു. ഇരുമ്പുവാതിലുകളെ തകർത്ത് തമ്രസാക്ഷികളെ ഒടിച്ച് അങ്ങ് എനിക്കായി പുതിയ വഴികൾ തുറക്കുന്നതിനായി നന്ദി. എൻ്റെ ശരീരത്തിനും മനസ്സിനും നൽകിയ സൗഖ്യത്തിനായി നന്ദി. കുടുംബത്തിൽ ചൊരിഞ്ഞ സമാധാനത്തിനായി നന്ദി. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ സജീവ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടാകണമേ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ മാർഗദർശനം ഉണ്ടാകട്ടെ. സാത്താൻ്റെ ഒരു കെണിയും എന്നെയും എൻ്റെ കുടുംബത്തെയും സ്പർശിക്കാതിരിക്കാൻ
യേശുവിൻ്റെ കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിക്കട്ടെ. ദുഷ്ടാരൂപിയിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവനുള്ള ദൈവമേ, അവിടുത്തേക്ക് സ്തുതി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ നേരെ തിരിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനാ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കൂടുതൽ ആത്മീയമായ പ്രാർത്ഥനകൾ, വചനധ്യാനങ്ങളുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നാം ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.